ഹായ് ഹലോ, ഐ സ്നേഹം മാത്യൂസ്. നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഞങ്ങളുടെ ഫാമിലി വ്ളോഗ് വേണമായിട്ട് പറയാം. ഇത് വാട്ടർ മെട്രോ കൊച്ചിയിലെയാണ്. ചെറിയൊരു മെറൈൻ ഡ്രൈവിലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വാട്ടർ മെട്രോയിലെ ചെറിയ വീഡിയോ ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ആ വാട്ടർ മെട്രോയുടെ അതിൻ്റെ അടുത്തിലേക്ക് വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഗൈഡായിട്ട് പാസ്റ്റർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് ഈ യാത്രയിലെ പ്രധാന 4 പേര്. ഞങ്ങളതിൻ്റെ ഫ്രണ്ടിൽ പ്രവേശന കവാടം അല്ലെങ്കിൽ വെൽക്കം ഡോറിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് കയറി പോവാണ്. വെൽക്കം ഡോറിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങളെ ഒത്തിരി പേര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും അങ്ങനെ ഡയറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ വ്ളോഗൊക്കെ എടുക്കുകയാണോ എന്നുള്ള രീതിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പാസ്റ്ററിനെയും കൂടെ വളരെയധികം ഹാപ്പി ആയിരുന്നു ആ ദിവസം. ഇത് ഞാൻ 1 മാസം മുമ്പേ എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ ഡിലേ ആയിപ്പോയി. ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ സാഹചര്യങ്ങൾ സൈഡിൽ എല്ലാം ഇങ്ങനെ ബോർഡുകളൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു ഫോർട്ട് കൊച്ചിയിലാണ് വാട്ടർ മെട്രോയുടെ. അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അവിടെ നല്ല പ്യുവർ എൻവയോൺമെൻ്റ് ആയിരുന്നു. പിന്നെ ഇതാണ് കാർഡ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളോട് പറഞ്ഞു 1:30ക്കാണ് വാട്ടർ മെട്രോയുടെ ബോട്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ഓരോരുത്തരെയും ഇരുത്താനുള്ള പ്ലേസൊക്കെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വളരെയധികം ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വളരെയധികം നല്ലതായിട്ട് രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. പിന്നെ വെള്ളത്തിൻ്റെ സൈഡിലാണെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം വാട്ടർ മെട്രോയിൽ പണ്ട് ഞാൻ ജങ്കാറിൽ ബോട്ടിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പേടിയുണ്ട്. അന്നേരം വീട്ടുകാരിൽ എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് കടന്നു പോയി. ഞങ്ങൾക്ക് ഇത് വന്നെന്ന് പറഞ്ഞു, ബോട്ട് വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂട്ടത്തിലോട്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടത്തിൽ ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ ഓടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബോട്ടാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഞാൻ വിചാരിക്കുകയാണ് ബോട്ട് ഡയറക്റ്റ് വന്ന് നിൽക്കുകയാണ്. പക്ഷേ ഞാനിങ്ങനെ സൈഡിലോട്ട് ചീനിവല കണ്ട് അപ്പം ഞാനത് നോക്കി. പിന്നെയും ഈ സൈഡൊക്കെ ഞാനത് കുറച്ച് കണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ബോട്ട് വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ബോട്ട് ഇങ്ങനെ ജസ്റ്റ് നല്ലതായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. പക്ഷേ അതങ്ങനെ അല്ലായിരുന്നു. ജസ്റ്റ് ഫ്രണ്ടിൽ ഗേറ്റ്. അപ്പോഴാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി ശ്രദ്ധിച്ച് ഞാൻ നോക്കുമ്പോൾ അയ്യോ ഇപ്പുറത്തോട്ടാണ് കയറി പോകേണ്ടതെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോ ഡിലേ ആകുന്ന പോലെ ആ ബോട്ടിൽ കയറി. അപ്പം ഈ വാതിൽ സെൻസറാണ്. അപ്പോൾ സെൻസറൊക്കെ മാറ്റി വാതിൽ ഓപ്പൺ ആയിട്ട് വന്നു. ഇതാണ് ഞങ്ങളുടെ ബോട്ട്. ഞങ്ങൾ വാട്ടർ മെട്രോയ്ക്ക് യൂസ് ചെയ്ത ബോട്ട് ഇതാണ് യൂസ് ചെയ്തത്. പിന്നെ ബോട്ടിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സൈഡ് സീറ്റ് വേണം, എനിക്ക് വീഡിയോ എടുക്കണം. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം അമ്മ എനിക്ക് വേണ്ടി സ്ഥലം മാറി തന്നു. എന്നിട്ട് അമ്മയും അച്ഛനും പാസ്റ്ററും എന്നെ നോക്കി ചിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു ഞാനിനി തൊട്ട് വ്ളോഗറാണ് ഈ സൈഡ്. അപ്പം അച്ഛൻ പറഞ്ഞു ഫ്രണ്ടിൽ അവിടെ നല്ല വീഡിയോസൊക്കെ കിട്ടും, നീ ആ സൈഡ് എടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പം അവിടെ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ കൂടെ ഒത്തിരി പേര് യാത്ര ചെയ്തു. പക്ഷെ അവരോട് ആരോടും പരിചയപ്പെടാനോ ഒന്നിലും ഞാൻ കൂടുതൽ ടൈം കണ്ടെത്താൻ ഞാൻ സാധിച്ചില്ല. അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോഴും ആലോചിക്കുന്ന അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കമ്പനി ആയിട്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ കയറി വരുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞു വെളിയിലൂടെ ബോട്ട് വരുന്നുണ്ട്, ആ സമയത്ത് അടിപൊളിയായിരിക്കും കാണാൻ, ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും പുറത്തോട്ട് നോക്കി യാത്രയ്ക്ക് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഞാനിങ്ങനെ ഓരോരുത്തർ ആരൊക്കെ വരുന്നുണ്ട്, ഞങ്ങളുടെ ബോട്ടിൽ ആരൊക്കെ കയറുന്നുണ്ടെന്നുള്ളത്. പിന്നെ അപ്പുറത്താണ് നമ്മൾ കയറി വന്ന വഴിയാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ട് കാണുമ്പോൾ അമ്മയച്ഛനെയും പാസ്റ്ററിനെയും പിന്നെയും ഞാൻ വീഡിയോയ്ക്കകത്ത് പിന്നെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട് സമയം ഒരുപാട് ഡിലേ ആകുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് കാണാം. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് നല്ല സൂപ്പറാണ് വാട്ടർ മെട്രോ. അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അച്ഛനും വളരെയധികം ഇഷ്ടപ്പെട്ടു, പാസ്റ്ററിനും ഇഷ്ടപ്പെട്ടു. ഞങ്ങളിങ്ങനെ ഇതിൻ്റെ അകത്ത് വാട്ടർ മെട്രോയൊക്കെ കണ്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. പക്ഷേ ഞങ്ങൾ ആരുമായിട്ട് അങ്ങനെ വലിയ കമ്പനിയൊന്നും അടിക്കാൻ ഞാൻ വലിയ ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ നിൽക്കാനൊന്നും ഞാൻ പോയില്ല. അങ്ങനെ അപ്പോൾ സെക്യൂരിറ്റി വെളിയിൽ തന്നെയുണ്ട്. ഒരു ലേഡി സെക്യൂരിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ഇതെല്ലാം ഇങ്ങനെ അവരെ തന്നെ പിന്നെയും അച്ഛനെയും അമ്മയും തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ
ഇത് എൻ്റെ ഫാമിലിയുടെയാണ്. ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് ചെയ്യാനുള്ള ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ആസ്വദിച്ച കുറച്ച് ബെറ്ററോടെ കുറച്ച് ഭാഗങ്ങളാണ് പിന്നെ വിചാരിച്ചത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഓടി ഓടി കയറി വരുന്നുണ്ട്. എല്ലാവരും വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഇത് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ നല്ലൊരു പ്രദേശമാണ്. വാട്ടർ മെട്രോയിൽ കയറി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, സിംഗിളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ വെച്ചിരിക്കുകയാണ്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം എനിക്ക് വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ബോട്ടിൻ്റെ സാറാണ് വന്ന് നിൽക്കുന്നത്, ബോട്ടിൻ്റെ ഡ്രൈവർ. ഡ്രൈവറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഹാപ്പിയായി. കാരണം നേവി ഡ്രസ്സിൽ എനിക്ക് നേവിയിലെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതെല്ലാം ആസ്വദിച്ച് കണ്ടിരിക്കുകയാണ്. അപ്പം സാറ് ബോട്ട് എടുക്കുന്നതിന് മുമ്പേ എല്ലാവരും കയറുന്നുണ്ടോ, അവരുടെ ടൈമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ എക്സിറ്റ് വാതിൽ അടഞ്ഞു കിടക്കണേ. അപ്പം ഞാൻ ചോദിച്ചു, അതിന് എക്സിറ്റ് വാതിൽ അടഞ്ഞു കിടക്കുന്നതിന് ഇതിന് മുമ്പ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് സെൻസറാണ്, തന്നെ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ സെൻസർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആ വാതിൽ സെൻസറാണ്. അതുവരെ ഞാൻ വിചാരിച്ച് ബോട്ടിൽ സാധാരണ തുറന്ന് വാതിലിടുക എന്ന്. പിന്നെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് വളരെ സമയം പോയി, അപ്പുറത്തെ സ്ഥലമൊക്കെ പോയി കാണുമ്പോഴത്തേന് ഇനിയും ഒരുപാട് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ യാത്ര ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം. അപ്പോഴാണ് ഞാൻ കണ്ടത് ബോട്ടിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ സാരംഗ് കയറാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം ഹാപ്പിയായി. കാരണം ബോട്ടിൻ്റെ ഡ്രൈവർ നോക്കുന്നുണ്ട് എല്ലാവരും സേഫാണോ സെക്യൂർ ആണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. കൂടുതൽ ഞങ്ങൾക്ക് കൂടുതൽ സെക്യൂരിറ്റി തരുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ കഴിഞ്ഞ ദിവസം ഈ വ്ളോഗ് എടുത്തു കഴിഞ്ഞാണ് അവിടുത്തെ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ അപകടം ഉണ്ടായെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം പിന്നെ വാട്ടറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ യാത്ര പോയപ്പോൾ ദൈവം ഞങ്ങളെ നന്നായിട്ട് കാത്തല്ലോ എന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെയധികം രസകരമായിരുന്നു. ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലം അപ്പോൾ എനിക്ക് മനസ്സിലായി ജസ്റ്റ് മൂവിങ് ആണ്, കരയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ മുഖത്ത് വളരെ സന്തോഷമായി. പിന്നെ എല്ലാവരും അപ്പോൾ ഞാൻ കണ്ടു സൈഡിൽ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ നീങ്ങി ഓളം കെട്ടുന്നത്, പിന്നെ വാട്ടർ ബലൂണ് പോലത്തെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ബോട്ടിൽ എത്ര സെക്യൂരിറ്റി ആയിട്ടാണ് അവർ ഞങ്ങളെ അത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി എത്രയൊക്കെ പ്രൈവസി എന്നാണ് ഞങ്ങളവിടെ സൂക്ഷിച്ചതെന്ന് മനസ്സിലായി. പിന്നെ ആ സൈഡിൽ SOS എന്ന് ശ്രദ്ധിച്ചു, ഞാനത് വായിച്ചു. അപ്പം ഞാനത് പോസ് ചെയ്യാൻ വേണ്ടി നിന്നാണ്, പക്ഷേ ആ സമയം പറ്റിയില്ല. പിന്നെ ഞാൻ കണ്ടു ഫോർട്ട് കൊച്ചി എന്ന് എഴുതിയിരിക്കുന്ന ആ വലിയ ബാഡ്ജ് ഇത് കണ്ടു. പിന്നെ ചീനിവല കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം അവിടെ മീനൊക്കെ വൈറ്റ് ആകുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ഉച്ച സമയത്താണ്, 1:30 ആയപ്പോഴുള്ള സമയത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊന്നും സാധിച്ചില്ല. പിന്നെ ബോട്ടിലിരുന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് ശ്രദ്ധിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് നല്ല ലോങ് ആയിട്ടൊരു വീഡിയോ ആണ്. ബോറടിക്കാണ്ട് ഞാൻ മാക്സിമം എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ അമ്മ, അച്ഛന്, പാസ്റ്റർ അവരൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അരമണിക്കൂറത്തേനും നമുക്കിതിൻ്റെ യാത്രയാണ്. പക്ഷേ ഞാൻ ആ അരമണിക്കൂർ ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു ഈ വീഡിയോയിലൂടെ. പിന്നെ അങ്ങനെ സൈഡിൽ ഓരോ ബോട്ട്, ഷിപ്പ് ഒക്കെ വരുന്നതിനെ പറ്റി ഒക്കെ അവർ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വളരെ മനോഹരമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട് ബോൾഗാട്ടി പാലസ് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നെക്സ്റ്റ് മൊമെൻറ്റ് എന്താണ് കാണാൻ പറ്റുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിതിങ്ങനെ ഓരോന്നിങ്ങനെ പോസ്റ്റ് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് ദൂരെയാണ്, ക്ലാരിറ്റി കിട്ടുമോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പുറത്തെ സൈഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നല്ല അതിമനോഹരമായിട്ടിരിക്കുന്നു. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്നെ കാണിച്ചു തരുന്നുണ്ട് അങ്ങേയറ്റത്തൊരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് എടി അങ്ങേയറ്റത്ത് ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാനും വലിയ സന്തോഷത്തിലാണ്. കാരണം ഈ വാട്ടർ മെട്രോയിൽ ഓരോ ബോട്ടൊക്കെ പോകുമ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ അടുത്തൂടെ പോകുന്ന പോലെ തോന്നും, പക്ഷേ അത് കുറേയേറെ അധികം ദൂരെയാണ്. പക്ഷേ ഞങ്ങൾക്ക് അപ്പിയേഴ്സ് ടു ബി സിമിലർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ അടുത്തായിട്ട് എന്ന് പറഞ്ഞാൽ മിററൊക്കെ അടയ്ക്കുന്ന കാണുമ്പോൾ അടുത്ത ഒബ്ജക്ട്സ് ആർ സിമിലർ അല്ലെങ്കിൽ സെയിം ഒക്കെ പറയുന്ന പോലെ ആയി. അങ്ങനെ ഞാൻ വളരെയധികം സന്തോഷമായിട്ട്
ഞാനിതിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആളും എൻ്റെ കൂടെ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, നീ ഫ്രണ്ടിലോട്ട് കയറിയിരുന്ന് കണ്ടോ, ഞാൻ ഈ സൈഡിൽ കൂടെ വ്ലോഗ് എടുത്തോളാം. അപ്പോൾ ഞാൻ അങ്ങനെ വളരെയധികം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് അച്ഛന്, അമ്മയ്ക്കാണ്. പിന്നെ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സൈഡിൽ ഫോൺ ചാർജ് ചെയ്ത് വെക്കാനുള്ള സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട്, ചാർജ് ചെയ്യുന്ന. അപ്പം പിന്നെ ഞാൻ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ജെറ്റ് പോകുന്ന ചെറിയ പാട് കണ്ടു. അപ്പം ഞാൻ വളരെയധികം ഹാപ്പിയായി. പിന്നെ ഓരോ പോകുന്ന വഴിക്ക് ഈ പായലൊക്കെ ഇങ്ങനെ പോള തട്ടി 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 പോകുന്ന പോലെ കുറച്ച് ഭാഗത്തായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡേഞ്ചറസ് ഒന്നും അല്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് പിന്നെ ഒരു ബോട്ട് കാണുന്നത്. ഷിപ്പ് കാണുന്നത്. ഷിപ്പ് കണ്ടപ്പോഴത്തേന് എനിക്ക് വളരെയധികം ഹാപ്പിയായി. ഇപ്പം പറയുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ ബോട്ടൊക്കെ വരാൻ ഉണ്ട്, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം ഞാൻ ആ ഷിപ്പ് വന്നപ്പോഴത്തേന് കുറച്ചും കൂടെ അടുത്തേക്ക് സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലൊക്കെ പോളയും പായലും ഒക്കെ ഇങ്ങനെ വന്ന് സൈഡിൽ ഇങ്ങനെ തട്ടി അന്ന് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നി. പക്ഷേ എനിക്ക് അപ്പോഴേ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് വെള്ളം എൻ്റെ നേരെ സൈഡിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്ലാറ്റായിട്ട് ഒഴുകുന്ന പോലെ. പക്ഷേ വളരെയധികം ആഴമുള്ള സ്ഥലമായിട്ട് പേടിയുമുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറിയപ്പോൾ ഒരിക്കലും ഷെയ്ക്കായിട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ല. വളരെ അതിമനോഹരമായിരുന്നു. ഇപ്പം പറയുന്നുണ്ട് ചെറിയ ഷിപ്പാണ്, വലിയ ഷിപ്പല്ല എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റി ഫാമിലിയൊക്കെ പറയുന്നുണ്ട്, ഷിപ്പിൻ്റെ സൈസ് ഇത് ചെറുതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനത് സൂം ഔട്ട് ചെയ്ത സാധനം സൂം ഇൻ ചെയ്തു. പിന്നെ ഞാൻ അമ്മയും അച്ഛനെയും തന്നെ വീണ്ടും കാണിക്കുകയാണ്. കാരണം ഞാൻ വേറെ ആരെയും അതിൻ്റെ അകത്ത് കൂടുതൽ പോസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കാണിക്കാനോ ഒന്നുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് ഒരു ബോട്ട് വരുന്നത് കാണുന്നത്. അങ്ങനെ അപ്പം ഫാസ്റ്റ് പറയുന്നുണ്ട്, താണ്ട ആ ബോട്ട് കണ്ടില്ലേ, അതിമനോഹരമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അത് തന്നെ എടുക്കുന്നുണ്ട്. വളരെയധികം എനിക്ക് ഭയങ്കര എൻ്റർടൈൻഡായി. ഞാൻ ഒരു യാത്ര അരമണിക്കൂർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ മൊമെൻ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ യാത്ര ഞാൻ അടിച്ചു പൊളിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. അപ്പോഴാണ് അമ്മ അച്ഛൻ അപ്പുറത്തെ സൈഡിലോട്ട് പറഞ്ഞത്, എടി അപ്പുറത്തെ സൈഡിൽ യാത്രയുണ്ട്, ബോട്ട് പോകുന്നുണ്ട്, എല്ലാവരും ഷിപ്പ് അപ്പുറത്തെ സൈഡിൽ വലിയ ട്രക്കൊക്കെ വെച്ചുള്ള ഷിപ്പ് പോകുന്നുണ്ട്, നീ അതെടുക്കുക, വീഡിയോ എടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ആൾക്കാരൊക്കെ സ്ഥലമൊക്കെ മാറി നിന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട്. എനിക്കെന്തുപോലെ ഒരു ഇൻഫിനിറ്റി കോംപ്ലക്സ് ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ കുറച്ച് പോസ് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം ആൾക്കാരെന്നെ ശ്രദ്ധിക്കുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ അതിൻ്റെ അതിൽ നിന്ന് ഉറങ്ങുന്നവരുണ്ട്. ചിലവരൊക്കെ അതങ്ങ് ആസ്വദിക്കുക, ചിലവരവിടെ നിന്ന് ഉറങ്ങുക. അമ്മയ്ക്കൊക്കെ ഇടയ്ക്ക് ഉറക്കം വന്നു. പിന്നെ ഞാനും എൻ്റെ കൂട്ടത്തിൽ ഉള്ള കുറച്ച് പേരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോയി വീഡിയോ എടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇച്ചിരി മാറിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പതുക്കെ എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഞാൻ പോയി വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നീ പോയി എടുത്തോ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും പാസ്റ്ററും പറയുന്നുണ്ട്, കുഴപ്പമില്ല, പോയി എടുത്തോ. പിന്നെ അവിടെ ബോട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് തോന്നി. പിന്നെ ഞാൻ അത് തന്നെ ഞാൻ ഇരിക്കുന്ന സൈഡിലോട്ട് തന്നെ ഇരുന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും തോന്നി, ആ ബോട്ട് എനിക്ക് പിന്നെയും ഷിപ്പ് എനിക്ക് മിസ്സാവുന്നല്ലോ എന്ന് എനിക്കൊരു തോന്നി. അപ്പം ഞാൻ പിന്നെ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ജസ്റ്റ് എഴുന്നേറ്റ് പോവുകയാണ് അങ്ങേ സൈഡിലോട്ട്. കാരണം ആ ബോട്ടിൽ തന്നെ മറ്റേ സൈഡിൽ കാണിക്കാം എന്നുള്ള രീതിയിൽ. പിന്നെയും എനിക്ക് തോന്നുന്നുണ്ട്, വേണ്ട. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സൈഡിൽ ഓരോ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാവരെയും സറൗണ്ട്സൊക്കെ നോക്കുന്നുണ്ട്, എന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു. കാരണം എനിക്ക് ആരും ശ്രദ്ധിക്കപ്പെടുന്നത് അങ്ങനെ കൂടുതൽ ഇഷ്ടമില്ല എന്ന് തോന്നിയ സമയത്ത്. പിന്നെ ഞാൻ ഫോർട്ട് കൊച്ചി, അപ്പോൾ എന്നോട് പറഞ്ഞു കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഭാഗമാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ പോസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് കാണുന്നില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊച്ചിൻ ഷിപ്പ് യാർഡാണെന്നുള്ള രീതിയിൽ. പിന്നെ എല്ലാവരും കൂടെ പറയുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ കൊണ്ട് വലിയ ഷിപ്പാണ്, ട്രക്കിന് അപ്പോൾ അച്ഛനെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്, വലിയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും അങ്ങോട്ട് ആ സൈഡിലോട്ട് നോക്കുകയാണ്. പിന്നെ വളരെ രസകരമായിട്ട് കുറച്ച് പേര് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ
എല്ലാം അവർ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇവരെന്താ ഇത്രയും വലിയ ഷിപ്പായിട്ട് അവർ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം ഞാനും ആലോചിച്ചെന്ന് പിന്നെ ഞാനും പോയി എടുത്തേക്കാം. അങ്ങനെ ആ ചേട്ടൻ എഴുന്നേറ്റ് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ അറിയാം ആ ചേട്ടൻ്റെ കാലിൽ തട്ടിയപ്പോൾ ആ ആൻറ്റി വണങ്ങുന്നൊരു ഇതുണ്ട്. അതെനിക്ക് നല്ലൊരു റെസ്പെക്റ്റ്ഫുൾ മൂവ്മെൻ്റ് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ക്ഷമ പറയുന്ന പോലെ തന്നെയാണ്. പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അവിടെ ചെന്നപ്പം കുറച്ച് ബോയ്സൊക്കെ ആയിരുന്നു ഇരുന്നത്. അവരിത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നവരാണ്, എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ തിരിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അവരെ കാണാത്ത രീതിയിൽ മാക്സിമം ഞാൻ സൂം ഔട്ട് ചെയ്താണ് എടുക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിരുന്നത് അത്ര ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ അന്നേരം ഉണ്ടായി. പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആൾ. പിന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ബോട്ടൊക്കെ ഇങ്ങനെ കണ്ട് ഷിപ്പ് കണ്ടിട്ട് ഞാൻ തീരുമാനിക്കുക തിരിച്ച് ബാക്ക് പോയേക്കാണ്. എന്നിട്ട് ഞാൻ ഓടി വന്ന് എൻ്റെ സീറ്റിൽ തന്നെ വന്നിരുന്നു. പിന്നെ ഞാൻ വെളിയിലോട്ടുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലിട്ട് എന്നാണ്. അപ്പം നമ്മൾ ഫോട്ടോ വെച്ചിട്ട് തന്നെ തിരിച്ച് പോകുന്നത്. ബോട്ട് കറങ്ങി നമ്മളെ കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചവിടെ ഫോട്ടോ വെച്ച് തന്നെയാണ് കൊണ്ടുവരുന്നത്, മെറൈൻ ഡ്രൈവിൽ തന്നെ. അങ്ങനെ ഈ യാത്ര എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും നേരമൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് എങ്ങനെയെങ്കിലും ഫോർട്ട് കൊച്ചിയുടെ അവിടെ എത്തിയാൽ മതി. കാരണം ഇത്രയും നേരം വെള്ളത്തിൽ നിന്ന് എനിക്ക് എന്തോ പോലെ, കാരണം എനിക്ക് പേടിയായി. ഇത്രയും സെൻറ്ററിൽ വന്നപ്പോഴാണ് എനിക്കൊരു പേടിയുടെ അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഇത് തീരുമായിരിക്കും, ഇപ്പം ഞാൻ ഈ വ്ളോഗ് എടുത്ത് തീരും പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അപ്പം ഞാൻ കണ്ടു അപ്പുറത്തെ സൈഡിൽ ബോട്ടൊക്കെ എടുക്കിയിട്ട്. അപ്പം എനിക്ക് മനസ്സിലായി അടുത്താകാറായി. കാരണം ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞങ്ങൾ നടന്നു പോകുന്ന ഭാഗത്ത് വെച്ച് ഞങ്ങൾ ഇതൊക്കെ കണ്ടായിരുന്നു, ഫോട്ടോ വെച്ചൊക്കെ കാണാൻ ഇറങ്ങിയപ്പോഴത്തേന്. പിന്നെയും ഞങ്ങൾ ആ ബോട്ടൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഷിപ്പുകളാണ്, നല്ല രസമായിരുന്നു ഷിപ്പൊക്കെ കാണാൻ. ഞാൻ എല്ലാ ഷിപ്പിൻ്റെയും വീഡിയോ എടുക്കും. അവിടെ ചെല്ലുമ്പോൾ ഷിപ്പിൻ്റെ വീഡിയോ എടുത്തു. പിന്നെ ഓരോ സ്ഥലങ്ങളുടെയും അഡ്വഞ്ചറസ് പ്ലേസിൻ്റെയും ഒക്കെ ചെറിയ വീഡിയോ ആയിട്ട്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കാണാൻ കയറിയെങ്കിലും അതിൻ്റെ ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. അതൊക്കെ പ്രൈവറ്റ് ഫോട്ടോസായിട്ട് ഞാൻ വെച്ചു. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ കയറുന്ന ഫോട്ടോ ഞാൻ പബ്ലിക് ഫോട്ടോ ആയിട്ടിട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കും അച്ഛനും പാസ്റ്ററിനൊക്കെ പാതി ഉറക്കം മയക്കമൊക്കെ ആയി. കാരണം ഇത്രയും നേരമായി. പിന്നെ ഡിം ലൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ പാസ്റ്റർ സമയമൊക്കെ നോക്കുന്നുണ്ട്, കാരണം എത്താറായോ അരമണിക്കൂറായോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അമ്മ ഉറങ്ങിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിന് കൂടെ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുക ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് പിടിക്കുന്ന പോലെ. അപ്പം ഞാനിങ്ങനെ അതേപോലെ തന്നെ സൂം ഔട്ട് ചെയ്തെടുത്തോണ്ട് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് അറിയാവുന്നവരാരും ഇല്ല എന്നല്ല, ഞാൻ ഇങ്ങനെ സൈഡിലാണ് അമ്മയച്ഛനുമായിട്ട്. അപ്പം അമ്മയച്ഛനും അമ്മ പറയുന്നുണ്ട് അങ്ങേ സൈഡിൽ കണ്ടില്ലേ ബോട്ട് കണ്ടില്ലേ, നീ അത് സൂം ഔട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അത്രയും നേരം സൂം ഔട്ട് ചെയ്തെടുത്തുകൊണ്ട് എനിക്ക് പിന്നെ അതൊരു സൂം ഔട്ട് ചെയ്യാനൊരു ഇഷ്ടമില്ലായ്മ പോലെ തോന്നി. പക്ഷേ എങ്കിലും ഞാൻ അമ്മ കാണിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെ സൂം ഔട്ട് ചെയ്തു. പിന്നെ പറഞ്ഞു അനിയത്തിയെ കാണിക്കാം. ഞങ്ങളുടെ ഫാമിലി 4 പേരാണ് കംപ്രൈസ് ചെയ്യുന്നത്, ഞാൻ, അമ്മ, അച്ഛൻ, അനിയത്തി. അപ്പം ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ളത്. പിന്നെ അങ്ങനെ അനിയത്തിയെ കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ജസ്റ്റ് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഈ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള തിരിച്ച് ഞങ്ങൾ യാത്രയിലാണ്. പിന്നെ ഇതൊക്കെ തന്നെ എല്ലാ വീഡിയോയിലും കാണുന്നത്. പിന്നെ അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴാണ് സ്പീഡ് ബോട്ട് കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ അമ്മ വേറൊന്നുമല്ല കാണിച്ചത്, സ്പീഡ് ബോട്ട് പോകുന്നതാണ്. അപ്പം അമ്മ പറഞ്ഞു സ്പീഡ് ബോട്ടാണ് പോകുന്നുണ്ട്, ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. സാധാരണ സ്പീഡ് ബോട്ട് സ്പീഡിലാണ് പോകുന്നത്, പക്ഷേ നമുക്കതൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പം വരുന്നു. നമ്മൾ കുറച്ച് ഗ്രാമീണ പ്രദേശത്ത് വരുമ്പോൾ നമ്മൾക്ക് കൊച്ചി പോലത്തുള്ള സിറ്റീസിലൊക്കെ വരുമ്പോൾ ഈ വാട്ടർ മെട്രോയിലൊക്കെ വരുമ്പോൾ വളരെയധികം സന്തോഷമാണ്. പിന്നെ ചെറിയ പേടി ഞങ്ങൾക്ക് 4 പേർക്കുണ്ട്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ വെള്ളം കയറാത്ത പ്രദേശമായതുകൊണ്ട് വെള്ളം കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. പിന്നെ കായലിലാണ് എന്നൊരു തുറമുഖത്താണ് ഈ ബോട്ടിങ് നടത്തുന്നത്, അല്ലെങ്കിൽ മെട്രോയിൽ പോകുന്നത്, വാട്ടർ മെട്രോയിൽ പോകുന്നതെന്നൊരു ഇതുണ്ട്. പിന്നെ വാട്ടർ മെട്രോയിൽ ഞങ്ങൾക്ക് വളരെയധികം രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലിയൊത്ത് ഞങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ കൂടുതൽ എല്ലാവരും ആസ്വദിച്ചു. എൻ്റെ ഒരു വിചാരമനുസരിച്ച് ഞങ്ങളുടെ ബോട്ടിൽ വന്ന എല്ലാവരും തന്നെ ഇത് കണ്ട് വളരെയധികം സന്തോഷിക്കുന്ന സമയമായിരുന്നു. പിന്നെ കുറച്ച് പേർക്കൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അങ്ങേയറ്റം വരെയല്ലേ ആയി, കുറച്ച് സാഡൊക്കെ വന്നു. കാരണം എത്രയും പെട്ടെന്ന് സമയം ഇത്രയും പോയി. കാരണം അരമണിക്കൂറിലത്തെ ട്രാവലാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
പിന്നെ ഞാൻ ആ ബോട്ട് ഷിപ്പ് ഒക്കെ ഇങ്ങനെ പോസ് ചെയ്ത് എടുക്കാൻ. ഇത് കുറച്ച് ലാർജ് വീഡിയോ ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ അങ്ങേയറ്റത്തുനിന്ന് ഇറങ്ങുന്ന എൻട്രൻസ് വേ, എക്സിറ്റ് വേ ഒക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. എക്സിറ്റ് വേയിലാണ് കൂടുതൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയത്. കാരണം എക്സിറ്റ് ചെയ്ത സമയത്ത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എൻട്രൻസിൽ കൊടുത്ത കാർഡ് വെച്ചിട്ടാണ് നമ്മൾ എക്സിറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ വാട്ടർ മെട്രോയിൽ പോകുന്നവർ ശ്രദ്ധിക്കുക, അവരുടെ കയ്യിലുള്ള കാർഡുകൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് എവിടെ ഇറങ്ങിയാലും ആ ഒരു കാർഡ് കാണിക്കാണ്ട് അല്ല സെൻസ് ചെയ്യാണ്ട് അവിടെ നിൽക്കുന്നവരല്ല നമ്മളെ, സെക്യൂരിറ്റി അല്ല നമ്മളെ നോക്കുന്നത്. നമ്മൾ അവിടെ ഡിജിറ്റൽ സ്കാനിങ് നടത്തിയിട്ടാണ് നമുക്ക് വേണ്ടി ആ വേ ഓപ്പൺ ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ ആ സ്കാനിങ്ങിനെ പറ്റി കാണിക്കുന്നുണ്ട്. നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അത്രയ്ക്ക് അതിമനോഹരമാണ്. പിന്നെ ഇത് അടുക്കാറായി ഞാൻ പറയുന്നുണ്ട്. ഒരു ബോട്ട് അടുത്തൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അതേ വാട്ടർ മെട്രോയുടെ അതേപോലെ തന്നെ ഒരു വാട്ടർ മെട്രോയുടെ ബോട്ട് പോകുന്നുണ്ട്. അതാണ് ഇത്ര സ്ലോ ആയിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് അടുക്കാറായിട്ടുണ്ടല്ലോ. എല്ലാം വളരെ അതിമനോഹരമായിരുന്നു. ആർക്കും എനിക്ക് ഒരു ഹാപ്പി എൻഡിങ്ങിലായിട്ട് തോന്നി. കാരണം ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ വളരെ, നമ്മൾ എവിടെ പോയാലും നമ്മൾ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, നമ്മൾ ഫുൾ ടൈം അലേർംഡ് ആയിട്ടിരിക്കണം. പിന്നെ ദൈവമാണ് നമ്മളെല്ലാം കാക്കുന്നത്. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഏത് യാത്ര പോയാലും, കരയിൽ പോയാലും വഴിയിലും നടന്നും എല്ലാം പോകുമ്പോൾ ദൈവത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥിച്ചിട്ടിറങ്ങണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. അത് എല്ലാവരുടെയും പേഴ്സണൽ ആഗ്രഹമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ പോളയൊക്കെ പോകുന്നതൊക്കെ വെള്ളത്തിന് മണ്ടയിൽ കൂടെ പോകുന്നതൊക്കെ കണ്ടു. പിന്നെ ഫാക്ടറികൾ അപ്പുറത്തൊന്നും എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ സ്ഥലത്തെപ്പറ്റി കൂടുതൽ നല്ല ഐഡിയ ഇല്ല. പിന്നെ ഓരോ ചർച്ചൊക്കെയാണോ ഫാക്ടറീസ് ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ലുലു മാളിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏത് ബിൽഡിങ്ങാണ് ലുലു മാളെന്ന് തോന്നുന്നു, എനിക്കങ്ങനെ അറിഞ്ഞുകൂടാ. എങ്കിലും ഞാനിതൊക്കെ എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഷിപ്പൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ആലോചിക്കുകയാണ്, ഇതെന്താ അടുക്കാറാകാത്തത്, ഇനി ഒരുപാട് സമയം എടുക്കുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ അമ്മയും അച്ഛനെയും എല്ലാവരെയും ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ആ ബോട്ട് വരുന്നത് കണ്ടത്. വാട്ടർ മെട്രോയുടെ ചെറിയൊരു ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയിലത്തേക്ക് അപ്പോൾ സ്റ്റേഴ്സിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ആ ബോട്ട് ഒക്കെ കണ്ട് ഞാനിങ്ങനെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും നേരമായിട്ട് വേറെ സീൻസ്, അല്ലെങ്കിൽ ആ വാട്ടറിൽ പോള പോകുന്നു, അപ്പുറത്തെ സൈഡ് ബിൽഡിംഗ് ആണ്, അതൊക്കെ ഓക്കെ. ഇത് വേറെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ബോട്ട് പോകുന്നു, ഷിപ്പ് പോകുന്നു, അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് മനസ്സിലായി, അമ്മയും അച്ഛനെയൊക്കെ പാതി മയങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുകയാണ്. കാരണം എന്നിട്ട് അവർ പറയുന്നുണ്ട്, സമയം ഇപ്പോൾ ഇത്രയായി, അങ്ങേറ്റിൽ ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. കാരണം ഞാനിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും മടുക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അങ്ങേറ്റത്തൊരു ഷിപ്പുണ്ട്. ഷിപ്പിങ്ങനെ ഞാനിങ്ങനെ എൻലാർജ് ചെയ്തെടുത്തിട്ട് ഷിപ്പ് എല്ലാം അമ്മയും അച്ഛനും ഒക്കെ പറയുന്നുണ്ട്, ആ ഷിപ്പ് താണ്ടേ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോ ബിൽഡിങ്സ് കാണുമ്പോഴും ഞാൻ അതെല്ലാം സൂം ഔട്ട് ചെയ്ത് ഒരു ബിൽഡിങ് പോലും വിടാതെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ മുക്കും മൂലയും എടുത്തെന്ന് പറഞ്ഞ പോലെ ഞാൻ എല്ലാം സൂം ഔട്ട് ചെയ്ത് എന്നേക്കാൾ പറ്റുന്ന രീതിയിൽ ഞാൻ സൂം ഔട്ട് ചെയ്തെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. കാരണം ഫോണിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. അത് വളരെയധികം ക്ഷമ ചോദിക്കുന്നു ഞാൻ. പിന്നെ ചിലർ പറയും ക്ലാരിറ്റി കുറവാണ്. അപ്പോഴങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ മെറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പം അടുത്ത ബോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ട് ആദ്യം ഇറങ്ങിയ പോലെ തന്നെ മറ്റേ ബോട്ട് ഇപ്പോൾ ഇതാ യാത്ര തിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് സരാങ് കൈയൊക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരന്. അവരൊക്കെ ഭയങ്കര എൻ്റർടൈൻഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബോട്ട് തീരത്തോടടുക്കുകയാണ്. കാരണം മെറൈൻ ഡ്രൈവ് നമ്മളിപ്പോൾ ആദ്യമേ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ച് ബോട്ടിൽ തന്നെ വന്ന് ഇറങ്ങുകയാണ്. അപ്പം അങ്ങോട്ട് അടുപ്പിക്കുന്നതിൻ്റെ ആ ഓളവും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാം കാണുമ്പോൾ
കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് തീരത്തോട്ട് വരുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്, കാരണം ബോട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങും. കാരണം കയറുമ്പം അത്ര പേടി അങ്ങ് പോയി, കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ പേടി അങ്ങ് പോയി, ഇനി എങ്ങനെ ഇറങ്ങും എന്നുള്ള. അപ്പോൾ ഒരു പായൽ വന്നപ്പോൾ ഞാനിങ്ങനെ പോസ് ചെയ്തിങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അടുത്തെത്തിയെന്ന് മനസ്സിലായി. നമ്മൾ കയറിയെടുത്ത് തന്നെ തിരിച്ചു വന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങുകയാണ്. ബോട്ട് പതുക്കെ നമ്മൾ സൈഡിലേക്ക് നിർത്തുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും തന്നെ എഴുന്നേറ്റ് ഇറങ്ങാനുള്ള ധൃതിയിൽ നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ തിരിച്ചൊക്കെ ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, കാരണം നമ്മളിങ്ങനെ വ്ലോഗ് ചെറുതായിട്ട് എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അതൊക്കെ സ്വാഭാവികമാണ്, കുറച്ച് ഇൻഫീരിറ്റി കോംപ്ലക്സ് എനിക്കുള്ളത് കൊണ്ടും. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച്, കാരണം അരമണിക്കൂറത്തെ ബോട്ട് സർവീസ് ആണെങ്കിലും ഞങ്ങൾക്ക് വളരെയധികം ക്ഷീണമൊക്കെ വന്നു, ഉറക്കമൊക്കെ വന്നു. കാരണം ഉച്ചയ്ക്ക് 1:30-2:30 ആയ സമയത്താണ്. പിന്നെ അവർ ഫോട്ടോസ് വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഓരോരുത്തർ അവർ ബോട്ടിലെടുത്ത്. പിന്നെ കുറച്ച് പേര് അവിടെ തന്നെ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അച്ഛനെ നോക്കി ചിരിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇറങ്ങാറായി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ആ മൊബൈൽ ഇങ്ങ് താ, ഞാൻ ഇനി എടുത്ത് വെക്കാം. ഞാനങ്ങനെ ഫോൺ ഫുൾ ടൈം കയ്യിൽ യൂസ് ചെയ്യാറില്ലാത്ത ആളാണ്. അപ്പം ഞാൻ അമ്മയുടെ തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്. അപ്പം ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ ഫ്രണ്ടിലിറങ്ങി. പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് നടന്ന് പോവുകയാണ്. അമ്മയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട്, ഫുൾ ടൈം അമ്മയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അവർ വീഡിയോ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നത് കണ്ടു, ഈ ലൈഫ് ജാക്കറ്റ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ആ ലൈഫ് ജാക്കറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയ്യിൽ ഫോൺ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഞാനത് നോക്കിയിട്ട് ഇരിക്കുകയാണ്. അമ്മയുടെ കൂട്ടത്തിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ധൃതിയാണ് എല്ലാവരും, കാരണം നമ്മൾക്ക് ബോട്ടിൽ ഇറങ്ങാനും കയറാനും നമുക്ക് എപ്പോഴും ധൃതിയാണല്ലോ, അങ്ങനെ ഒരു രീതിയിലായി. പിന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ടപ്പോൾ ഞാൻ താങ്ക് ഗോഡ് സേഫായിട്ടുള്ള എത്തിയല്ലോ എന്ന് അമ്മയുടെ അച്ഛനോട് പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് തിരിച്ച് പിന്നെയും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കയറി. ചെറിയൊരു പാലം ഉണ്ടായിരുന്നു, ആ പാലം കടന്നിട്ടാണ് നമ്മൾ നേരത്തെ വന്നപ്പോൾ അത് പറഞ്ഞില്ലായിരുന്നു, പാലമായിരുന്നു, ചെറിയൊരു പാലമാണ്. ആ പാലത്തിൻ്റെ അങ്ങേറ്റത്ത് ഇറങ്ങി. പിന്നെ ക്ഷീണിച്ച് അങ്ങോട്ട് പോയ ഉഷാറൊന്നും തിരിച്ചു വന്നപ്പോൾ ആരുടെയും കയ്യിലില്ല, കാരണം അങ്ങോട്ട് എല്ലാവരും ധൃതി വെച്ച് ഓടിയാണ് പോയത്. പിന്നെ അകത്ത് കയറി നമ്മൾ QR കോഡിൻ്റെ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഈ അങ്ങേ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ ഇനി ആ ബോട്ടിന് കയറി പോകാനുള്ളവരാണെന്ന് തോന്നുന്നു, ആയിരിക്കും, കാരണം അവിടെയാണ് ഞങ്ങളെ ആദ്യമേ കൊണ്ടിരുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറഞ്ഞത്. പിന്നെ പാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ആ QR കോഡ് സ്കാൻ ചെയ്യേണ്ട സ്ഥലം കാണിച്ചു. അപ്പോൾ അച്ഛൻ അത് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പം എല്ലാവരും സ്പീഡിൽ ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. ഞാനത് അപ്പുറത്ത് വെച്ചിട്ട് ആദ്യമേ അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് മാറുന്നില്ലായിരുന്നു. പിന്നെ ഇറങ്ങിയിട്ട് QR കോഡ് സ്കാൻ ചെയ്താണ് ഇറങ്ങുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും എടുത്ത് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോയി. ഞാൻ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് ചാടി ഇറങ്ങി. തിരിച്ച് ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല. അതാണ് ഞാൻ തപ്പുന്നത്, ഫോണിൻ്റെ കാര്യം മറന്നുപോയി, കയ്യിലേക്ക് ഫോണിൻ്റെ കാര്യം മറന്നൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണ്, QR കോഡ് സ്കാൻ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മ പറഞ്ഞു അടിപൊളി ജേർണി, അച്ഛന് പാസ്റ്റർ എല്ലാവരും പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ പ്രവേശനം അവിടെ തന്നെ ഇവിടെ കൂടെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയല്ല, എക്സിറ്റ് ഡോറിൻ്റെ അവിടെ നിന്ന്. അപ്പം ഞാൻ പുറത്തേക്കുള്ള വഴിയിൽ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പുറത്തേക്കുള്ള വഴിയിലെത്തി, നമ്മളിവിടെ സേഫായിട്ടെത്തി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞ് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് തിരിഞ്ഞ് നോക്കുകയാണ് നമ്മൾ